ശ്രീ വി കെ സനോജ് നോക്കൂ, രണ്ടാമത്തെ ചോദ്യം പിണറായി വിരുദ്ധതയാണോ മൂലധനം എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോൾ അതിനോട് എതിർപ്പില്ല. അതായത് രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ടുകൊണ്ടാണ് 100 സീറ്റ് എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. അതെ, അത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേടാണ്. കാരണം 10 വർഷം ഭരണം നടത്തിയിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തെ, ഒരു ഗവൺമെൻറ്റിനെ നേരിടാൻ വേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കുറ്റപത്രം അവതരിപ്പിക്കാൻ അവർ കഴിയുന്നില്ല. എന്താണ് ഈ സർക്കാർ ജനങ്ങളോട് മുന്നിൽ അവതരിപ്പിച്ചതെന്നും എന്തൊക്കെയാണ് നടപ്പാക്കിയെന്നും എന്തൊക്കെ വാഗ്ദാന ലംഘനങ്ങളാണ് ഈ ഗവൺമെൻറ് നടത്തിയതെന്നും പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സമഗ്ര വികസനം സംബന്ധിച്ച് ഒരു ചർച്ച നടത്താൻ, ഒരു സംവാദം നടത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അവരെന്താ പറയുന്നത്? അവർ പറഞ്ഞത് പിണറായി സംഘപരിവാരുമായി കൂട്ടിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാദം. എന്തൊരു ഗതികേടാണ് കോൺഗ്രസ് എടുത്ത് ഈ നാട്ടിലിങ്ങനെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ. ജമാഅത്തെ ഇസ്ലാമിയും SDP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു വാദം എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി ഈ നിലയിൽ അവതരിപ്പിക്കുന്നത്? അപ്പോൾ അത് മാത്രമേ ഇവർക്കൊരു മൂലധനമായിട്ടുള്ളൂ. ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവാദത്തിന് അവർ തയ്യാറല്ല. ഇപ്പോൾ ഒടുവിൽ ഈ രാജു പി നായർ പറയുന്നത് PR വർക്കിലൂടെ പറഞ്ഞ നേട്ടങ്ങളൊന്നുമില്ല എന്നാണ്. ഞാൻ വെല്ലുവിളി ചോദിക്കുകയാണ്. PR വർക്കിൽ കൂടി അവകാശപ്പെട്ട എന്ത് കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്? 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ളത് PR വർക്കാണോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വീട്ടിലും വൈദ്യുതിവൽക്കരണം നടത്തിയിട്ടുള്ള സംസ്ഥാനമായി കേരളം മാറിയത് PR വർക്കാണോ? അതിദാരിദ്ര്യ വിമുക്തമായ ഒരു നാടിനെ പ്രഖ്യാപിക്കുന്നു. 60,000-ൽ കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ പ്രഖ്യാപനം നടത്തി. അത് PR വർക്കാണോ? കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും നല്ല കെട്ടിടമുണ്ടാക്കി, നല്ല ലാബ് ഉണ്ടാക്കി, ലൈബ്രറി ഉണ്ടാക്കി, കളിസ്ഥലമുണ്ടാക്കി, അതിനാവശ്യമായിട്ട് മറ്റു കാര്യങ്ങൾ കൊടുത്തു. അത് PR വർക്കാണോ? കുട്ടികൾക്ക് പാഠപുസ്തകം നേരത്തെ എത്തിച്ചു കൊടുക്കുന്നത് PR വർക്കാണോ? നിങ്ങൾ പറയും ഞങ്ങൾ നടത്തിയ PR വർക്ക് എന്താണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നേട്ടങ്ങൾ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഇല്ല. പിന്നെ മതനിരപേക്ഷതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനം, നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായിട്ട് മതവർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടായി ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് മാറിയല്ലോ. ഇവരുടെ ആന്റണി ഭരിക്കുന്ന കാലത്ത് മാറാട് എന്താ സംഭവിച്ചത്? മാറാട് മുസ്ലിം മതം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാർക്ക് പോലും അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിച്ച കാലം ഉണ്ടായിരുന്നല്ലോ. ആ ലോകത്ത് മുഴുവൻ വർഗീയത ഉണ്ടാക്കുന്ന മറ്റേ തൊഗാഡിയ വന്നിട്ട് അവിടെ എന്താ വിഷം തുപ്പിയത്? അതുമായി ബന്ധപ്പെട്ട കേസ് ആരാ പിൻവലിച്ചു കൊടുത്തത്? ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആളുടെ പേര് പറഞ്ഞാൽ അത് ഒന്ന് തൊഗാഡിയായിരിക്കും. ആ തൊഗാഡിയുടെ പേരുള്ള കേസ് എഴുതി തള്ളിക്കൊടുത്ത ഈ രാജു പി നായർ നാണമില്ലാതെ ഈ ചർച്ചയിൽ വന്നിട്ട് പിണറായി വിജയനെ കുറിച്ച് ആക്ഷേപിക്കുകയാണ് അല്ലേ? അപാര തൊലിക്കെട്ടിയാണ്. പിണറായി വിജയനെ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ രാജു പി നായരുടെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെയോ സീറ്റ് വേണോ? കാരണം ഇന്ത്യയിൽ CPIM എന്തിനു വേണ്ടി നിലകൊള്ളുന്നു നമുക്കറിയാമല്ലോ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം മതനിരപേക്ഷതയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ രാജു പി നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ RSSനെ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് താരതമ്യം ചെയ്യാറ്? രാജു പി നായരെ മുസ്ലിം ബ്രദർഹുഡുമായിട്ടാണ് അല്ലേ? മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പ് എന്നാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ RSSനെ വിശേഷിപ്പിക്കാറുള്ളത്. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ പിടിച്ച് ഈ കേരളത്തിൽ സമീപകാലത്ത് പ്രകടനം നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇപ്പം ആരുടെ കൂടിയ? ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഈ പ്രതിപക്ഷ നേതാവല്ലേ? ഇപ്പം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി SDP-യുമായിട്ടെല്ലാം കൂട്ടുകൂടിയിട്ടുള്ള ഈ സമീപകാല അനുഭവം നമുക്ക് വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയും. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥിയോട് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ മാറി ചോദിച്ചു, SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ പള്ളിയിലും കയറിയിട്ട് SDP-ക്കാരൻ നോട്ടീസ് കൊടുത്തു പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്. ഞാനിതൊന്നും പറയാൻ വന്നതല്ല. ഞാനിത് പറയാൻ വന്നതല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. മതനിരപേക്ഷതയ്ക്ക് വെള്ളം വീഴ്ച നിലപാടുകൾ പിണറായി വിജയൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് വെള്ളം വീഴ്ച ഒട്ടേറെ കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. കേരളത്തിലെ തൊഗാഡിയെ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ളതും അദ്ദേഹത്തോടുള്ള ഇപ്പോഴത്തെ സമീപനം എന്താണ് എന്നുള്ളതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊക്കെയാണല്ലോ. അപ്പൊ ആ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ശ്രീ രാജു പി നായർ അത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അത് ഇനിയും ചർച്ചയാവാം.
അല്ല, ചർച്ചയില്ല. ഞാൻ ചോദിക്കുന്നത് ആ വിഷയത്തിൽ അതിനിയും ചർച്ചയാവാം. നമ്മൾ തുടർച്ചയായി കുറച്ച് ദിവസം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ 2015 പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, കേരളത്തിലെ തൊഗാഡിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് എന്നടക്കമുള്ള കാര്യം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നത് വർഗീയതയല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ തുറന്നു തീർക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ UDF ഭാഗമായി നിൽക്കുന്ന എത്ര ആളുകൾ എന്തെല്ലാം വർഗീയ പരാമർശങ്ങൾ ഇവിടെ നടത്തി. മുഹമ്മദ് റിയാസിനെ കുറിച്ച് KM ഷാജിയും അദ്ദേഹത്തിന്റെ ചില നേതാക്കന്മാരും കോഴിക്കോട് നടത്തിയ പ്രസംഗം എന്തായിരുന്നു? അത് മതനിരപേക്ഷ പ്രസംഗമാണോ? ഈ സമീപകാലത്ത് KM ഷാജി നടത്തിയ മറ്റു പരാമർശമുണ്ടല്ലോ, UDF ഭരണം കിട്ടുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഭരണം കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? മുസ്ലിം സമുദായം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് UDF ഭരണം കിട്ടുന്നത് എന്നാണ് KM ഷാജി പ്രസംഗിച്ചത്. പച്ച വർഗീയതയാണ് KM ഷാജിയെ പോലെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത്. അവരെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ കേരളത്തിന് മതനിരപേക്ഷയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന്റെ വക്താക്കൾ ഇങ്ങനെ പുറപ്പെടുന്നത്. KM ഷാജിയെ പോലെയുള്ള വർഗീയവാദികളെ കൂട്ടുപിടിച്ചിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് ക്ലാസ് ഇങ്ങോട്ട് VD സതീശനെ പോലെയുള്ള എല്ലാ അർത്ഥത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിയിട്ടുള്ള ഒരു നേതാവിനെ കൂട്ടുപിടിച്ചിട്ട് നേതാവിന്റെ ശിഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ് മതനിരപേക്ഷതയെ കുറിച്ച്. നല്ല രസമുണ്ട് കേൾക്കാൻ.